നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ഇസ്രയേൽ അവരുടെ ലക്ഷ്യമായി കൊണ്ടു നടക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് ഗ്രേറ്റർ ഇസ്രയേൽ. ഐക്യ ഇസ്രയേൽ രൂപീകരിക്കുമെന്ന് കൂടുതൽ വ്യക്തമാക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വന്നിരിക്കുകയാണ്. ഇസ്രയേലിന്റെ പുതിയ ഭൂപടം പങ്കിട്ടാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഇതിനൊപ്പം ചർച്ചയാകുന്നത് മുൻപ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞതാണ്. ഇസ്രയേൽ വളരെ ചെറുതാണ്, അതിനെ ഒന്ന് വലുതാക്കേണ്ടതുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. മാത്രമല്ല, വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇസ്രയേലിനെ ചേർത്തു നിർത്തുമെന്നും ആരാണോ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെ പ്രവർത്തിക്കുന്നത് അവരെല്ലാം അമേരിക്കയുടെ ശത്രുക്കൾ തന്നെയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ ഇപ്പോൾ ലോകരാജ്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെയാണ് വിലയിരുത്തുന്നത്. മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു വീഡിയോയിൽ ഇസ്രയേലി സൈനികന്റെ യൂണിഫോമിലെ ബാഡ്ജിൽ ഗ്രേറ്റർ ഇസ്രയേൽ എന്നെഴുതിയിരുന്നത് വലിയ ചർച്ചയായിരുന്നു. ഇസ്രയേലിന്റെ അതിർത്തി വികസിപ്പിക്കുമെന്ന് നെതന്യാഹു വ്യക്തമാക്കിയിട്ടുമുണ്ട്. 1948 ഇസ്രയേൽ രൂപീകൃതമായതു മുതൽ തന്നെ ഗ്രേറ്റർ ഇസ്രയേൽ വിവാദവും ഉയർന്നിട്ടുണ്ട്. സയനിസ്റ്റുകൾ ഇതിനെ മതപരമായ ആശയമായാണ് പറയുന്നത്. എക്സിൽ ഒരു ഔദ്യോഗിക ഇസ്രയേലി അക്കൗണ്ടിലാണ് ആധുനിക ജോർദാൻ, സിറിയ, ലെബനൻ, പലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ചില പ്രദേശങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന BC 928 മുതലുള്ള അതിരുകൾ ചിത്രീകരിക്കുന്ന ഒരു പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ജോർദാൻ, സൗദി അറേബ്യ, ഖത്തർ, UAE സർക്കാരുകൾ എന്നിവയെല്ലാം തന്നെ ഈ പോസ്റ്റിനെ വിമർശിച്ചു മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇസ്രയേലിന്റെ വിപുലീകരണ അഭിലാഷങ്ങളായിട്ടാണ് ഇവർ ഇതിനെ കരുതുന്നത്. ഇങ്ങനെ കരുതുന്നവയ്ക്കെതിരെ അന്താരാഷ്ട്ര നടപടിക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റർ ഇസ്രയേൽ എന്ന പദ്ധതിയെക്കുറിച്ച് നെതന്യാഹുവും ട്രംപും വളരെ ഗൗരവമായി തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത് എന്നും വരും വർഷങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാകും എന്നുമാണ് വിലയിരുത്തൽ. ഗ്രേറ്റർ ഇസ്രയേലിൽ സൂയസ് കനാൽ ഉൾപ്പെടുന്ന ഈജിപ്തിന്റെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. സൗദിയുടെയും ഇറാഖിന്റെയും കുറെ ഭാഗങ്ങളും ഏതാണ്ട് ജോർദാൻ മുഴുവനും ഈ ഗ്രേറ്റർ ഇസ്രയേലിന്റെ ഭാഗമാണ്. സൂയസ് കനാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇസ്രയേലിന്റെ കൈവശം വെക്കുന്നതിന് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അനുകൂലിക്കാനാണ് സാധ്യത. ട്രംപ് വന്നാൽ ഇസ്രയേലിനെ തീർച്ചയായും അമേരിക്കയോട് ചേർത്ത് നിർത്തും എന്ന് മാത്രമല്ല, ഇസ്രയേലിനെ എതിർക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയുടെ കൂടി ശത്രുപക്ഷത്തായി മാറുകയും ചെയ്യും. ബൈബിളിൽ 3 ഇടങ്ങളിലായി ജൂതർക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു ഭൂമിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് മടങ്ങി വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സയനിസ്റ്റ് സ്ഥാപകനായ തിയോഡർ ഹെർസൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ജൂതന്മാരോട് പലസ്തീനിലേക്ക് കുടിയേറിപ്പാർക്കാൻ ആവശ്യപ്പെടുകയും അതുപ്രകാരം 1898-ന്റെയും 1903-ന്റെയും ഇടയിൽ ഏകദേശം 95,000-ലധികം ജൂതന്മാർ പലസ്തീനിലേക്ക് കുടിയേറിപ്പാർത്തതുമെല്ലാം. ഈജിപ്ത് മുതൽ യൂഫ്രട്ടീസ് നദിയുടെ തീരങ്ങൾ വരെ വിശാലമായി നീണ്ടുകിടക്കുന്ന ഭൂമിയാണ് യഥാർത്ഥ ജൂത സ്റ്റേറ്റ് എന്നതായിരുന്നു ഹെർസലിന്റെ ഒരു സങ്കല്പം. സയനിസ്റ്റ് നേതാവായിരുന്ന റബ്ബി ഫിഷ്മാനും ഇതുതന്നെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈജിപ്തിലെ നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് വരെയാണ് യഥാർത്ഥ വാഗ്ദത്ത ഭൂമി. ഇതുപ്രകാരം ഇന്നത്തെ ലെബനാൻ, ജോർദാൻ, സിറിയ, ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പല ഭാഗങ്ങളും സീനായി പ്രദേശവും എല്ലാം തന്നെ ഈ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ നെതന്യാഹു പങ്കുവച്ച ഇസ്രയേലിന്റെ പുതിയ ഭൂപടത്തിൽ ലെബനൻ, ജോർദാൻ, സിറിയ, ഇറാഖ്, പാലസ്തീൻ, ഈജിപ്ത്, സൗദി അറേബ്യ തുടങ്ങിയ പ്രദേശങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇത് അറബ് രാജ്യങ്ങൾക്കുള്ള ഒരു വെല്ലുവിളിയാണെന്നാണ് വിലയിരുത്തലുകൾ. 6 ഡേ വാറിൽ 6 ദിന യുദ്ധം നടന്നപ്പോൾ ഇസ്രയേൽ ഗാസ മുനമ്പ്, സിനായ് പെനിൻസുല, വെസ്റ്റ് ബാങ്ക്, ഗോലാൻ കുന്നുകൾ എന്നിവയെല്ലാം പിടിച്ചെടുത്തത് ഗ്രേറ്റർ ഇസ്രയേൽ പ്രസ്ഥാനത്തിന് വലിയ രീതിയിൽ തന്നെ ശക്തി പകരുന്നതായിരുന്നു. ഇതേ തുടർന്ന് യുദ്ധത്തിൽ ഇസ്രയേലിന്റെ സൈനിക ജനറലായി സേവനമനുഷ്ഠിക്കുകയും പിന്നീട് ലിക്വിഡ് പാർട്ടിയുടെ നെസറ്റ് സ്റ്റേറ്റ് ഓഫ് ജൂയിഷ് പീപ്പിളിലെ അംഗമായി മാറുകയും ചെയ്ത എബ്രഹാം യോഫയുടെ നേതൃത്വത്തിൽ ഗ്രേറ്റ് ഇസ്രയേലിനായി ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞ 1 മാസത്തിനു ശേഷം 1967 ജൂലൈയിലാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. 1977 മുതൽ ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുന്ന ലിക്വിഡ് പാർട്ടിയുടെ കേന്ദ്ര ലക്ഷ്യമാണ് ഗ്രേറ്റർ ഇസ്രയേൽ സ്ഥാപിക്കുക എന്നുള്ളത്. ലിക്വിഡ് പാർട്ടി നേതാവും ഇസ്രയേലിന്റെ 7ാമത്തെ പ്രധാനമന്ത്രിയുമായിരുന്ന ഇസ്ഹാഖ് ഷമീർ ഇതിനുവേണ്ടി ശക്തമായി പരിശ്രമിച്ച ഒരാളായിരുന്നു. 2018 നെസറ്റ് പാസാക്കിയ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ പോലും ഗ്രേറ്റർ ഇസ്രയേലിനോടുള്ള പ്രതിബദ്ധത വളരെ അധികമായി തന്നെ കാണുന്നുണ്ട്.
മിഡിൽ ഈസ്റ്റിൽ കാലങ്ങളായി ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ ഗ്രേറ്റർ ഇസ്രയേലിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണോ എന്നുപോലും സംശയിക്കപ്പെടുന്നുമുണ്ട്. 2001 മുതൽ ബിൻ ലാദനെ പിടികൂടാൻ എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള അധിനിവേശങ്ങളും 2003 ഇറാഖ് യുദ്ധവും 2006 ലെബനാൻ യുദ്ധവും 2011 ലിബിയയ്ക്കെതിരെ നടത്തിയ യുദ്ധവും ഇറാഖിലെയും സിറിയയിലെയും യുദ്ധങ്ങളും യമനിലെയും ഈജിപ്തിലെയും കലാപങ്ങളും ഇതിന്റെ സാക്ഷാത്കാരത്തിനായിട്ടാണോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പദ്ധതികളെല്ലാം അറിയപ്പെടുന്നത് ഇനോൻ പ്ലാൻ എന്ന പേരിലാണ്. മിഡിൽ ഈസ്റ്റിൽ സ്വാധീനം ഉറപ്പിക്കാൻ ഇസ്രയേലിനെ മുന്നിൽ നിർത്തി പിറകിലൂടെ പിന്തുണ നൽകുന്നത് അമേരിക്ക തന്നെയാണ്. 2006 പുറത്തിറങ്ങിയ US മിലിറ്ററിയുടെ ആംഡ് ഫോഴ്സിന്റെ ജേണലിലും 2008 ദ അറ്റ്ലാന്റിക് ജേണലിലും ഗ്രേറ്റർ ഇസ്രയേലിന്റെ ഭൂപടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹെർസലിന്റെ കാലം മുതൽ തന്നെ വാഗ്ദത്ത ഭൂമി എന്ന സങ്കല്പം നിലനിന്നിരുന്നുവെങ്കിലും അതൊരു രാഷ്ട്രീയ പദ്ധതിയായി പരിണമിക്കുന്നത് നെതന്യാഹുവിന്റെ കാലത്താണ്. 2023 സെപ്റ്റംബർ 22 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിക്ക് മുമ്പാകെ നടത്തിയ പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ വികസിപ്പിക്കുന്നതിനായി കാണിക്കുന്ന ഒരു ഭൂപടം ഉയർത്തിപ്പിടിച്ചിരുന്നു. 2023 മാർച്ചിൽ തീവ്ര വലതുപക്ഷ ദേശീയ മതപാർട്ടി നേതാവായ ഇസ്രയേൽ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് ട്രാൻസ് ജോർദാൻ ഉൾപ്പെടെയുള്ള ഗ്രേറ്റർ ഇസ്രയേൽ ഭൂപടം ഉൾക്കൊള്ളുന്ന ലോഗോയുള്ള ഒരു പീഠത്തിന് പിന്നിൽ പാരീസ് സ്മാരകത്തിൽ സംസാരിച്ചിരുന്നു. ഇത് ജോർദാനുമായുള്ള തർക്കത്തിലേക്ക് നയിക്കുകയും നയതന്ത്ര വിവാദങ്ങൾക്ക് മറുപടിയായി 1944 സമാധാന ഉടമ്പടിയും ജോർദാന്റെ പരമാധികാരത്തോടുള്ള ആദരവും പാലിക്കുമെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. 3000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമി ജൂത സാമ്രാജ്യം ഭരിച്ചിരുന്നതായി ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ അഭിപ്രായത്തിൽ അക്കാലത്ത് ശൗൽ രാജാവും ദാവീദ് രാജാവും സോളമൻ രാജാവും 120 വർഷം ഇവിടെ ഭരിച്ചിട്ടുണ്ട്. പിന്നീട് കൽദായ സാമ്രാജ്യത്തിന്റെ ആക്രമണത്തിന് ശേഷം ഈ ഭൂമി അറബ് ഖലീഫമാരുടെ ഭരണത്തിന് കീഴിലാവുകയും മുസ്ലിങ്ങൾ ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ബൈബിളിന്റെ മുൻ നിയമത്തിൽ ഗ്രേറ്റർ ഇസ്രയേലിന്റെ അതിർത്തികൾ പരാമർശിക്കുകയും അതിനെ വാഗ്ദത്ത ഭൂമി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ പറയുന്നത്. അതിനായിട്ടുള്ള ഒരുക്കത്തിൽ തന്നെയാണ് നെതന്യാഹു എന്ന വലിയ രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈറ്റ്.